കെയിൽ വരാൻ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വന്നിട്ടും ജോലി പാർട്ട് ടൈം ഒന്നും സെറ്റ് ആവാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ യു കെയിൽ ജോലി കിട്ടാൻ നല്ല പാടാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും ജോലി കിട്ടുന്നില്ല. കുറേ ആൾക്കാർ അൺഎംപ്ലോയ്ഡ് ആയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. സോ എൻ്റെ പരിചയത്തിലുള്ള കുറേ ആൾക്കാർ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് 6 months 7 months ആയിട്ടും അവർക്ക് ഒരു പാർട്ട് ടൈം ജോലി പോലും സെറ്റ് ആവാണ്ട് നാട്ടിൽ നിന്ന് ഇപ്പോഴും പൈസ അയച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ ട്രൂത്ത് ഇസ് യു കെയിൽ ഇപ്പോൾ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ നിങ്ങൾക്ക് യു കെയിൽ വന്നിട്ട് ഒരു 1 or 2 weeks ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. യു കെയിൽ കുറേ ഏജൻസീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഏജൻസീസ്. അപ്പം ഈ ഏജൻസീസ് കുറേ ഫ്രഷേഴ്സിന് എടുക്കും. അവർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഓൺലി കുറച്ച് 1-2 ഏജൻസീസിന് മാത്രമാണ് ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വേണ്ടത്. ബാക്കി എല്ലാവരും ഫ്രഷേഴ്സിന് എടുക്കും. സോ കുറേ ഏജൻസീസ് ഉണ്ട് യു കെയിൽ. ആർക്കെങ്കിലും ഈ നമ്പേഴ്സൊക്കെ വേണമെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്പർ ഇടാൻ പറ്റില്ല. സോ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യു കെയിൽ കുറേ ഏജൻസീസ് ഉണ്ട്. ഇവർ ഫ്രഷേഴ്സിന് റിക്രൂട്ട് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ വരുമ്പോൾ തന്നെ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടേ ഞാൻ കയറുള്ളൂ, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 month നിങ്ങൾക്ക് നോക്കാം. പെർമനൻ്റ് ആയിട്ട് എവിടെയെങ്കിലും കിട്ടുമോ, ഇൻഡീഡിലും പിന്നെ ലിങ്ക്ഡിൻ എല്ലാം അങ്ങനത്തെ സൈറ്റിലൊക്കെ കയറി നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. അതോ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങളെ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 months നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 3 months എക്സ്പീരിയൻസ്. ജോബ് ഇല്ലാണ്ടിരിക്കുന്നതിനെക്കാട്ടും എത്ര ബെറ്ററാണ് ഏജൻസി കയറിയിട്ട് 3 months അല്ലെങ്കിൽ 4 months നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾ വർക്ക് ചെയ്തതിന് അത്രയും സമയത്ത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഇനി പിന്നെ ഒരു പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടും നിങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ യു കെയിൽ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ NI നമ്പർ ആൻഡ് ബാങ്ക്, DBS പക്ഷേ നമ്മൾ ഏത് ഏജൻസിയിലാണെങ്കിലും അല്ലെങ്കിൽ കമ്പനിയിൽ എവിടെ നമ്മൾ കയറുകയാണെങ്കിലും DBS അവർ ചെയ്തു തരും. സോ DBSൻ്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല. NI നമ്പറും ബാങ്കും ഫസ്റ്റ് എടുത്ത് വെക്കുക. ഈ NI നമ്പറും ബാങ്കും നിങ്ങൾക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ അന്ന് തന്നെ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുക. ഏജൻസിനോട് കുറേ ഏജൻസിൻ്റെ ഏതെങ്കിലും ഒന്ന് എന്തായാലും എടുക്കാതിരിക്കില്ല. എടുത്തു കഴിഞ്ഞാൽ ഒരു 1 to 2 weeksൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നിങ്ങൾ ജോബിലേക്ക് കയറും. ഓക്കെ, ഈ ജോബിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തേക്കൊക്കെ അപ്ലൈ ചെയ്തിടാം. അപ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇവിടേക്ക് പൈസ അയക്കാൻ പറഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട്. ഇവിടുന്ന് നാട്ടിലേക്ക് അയക്കുന്ന മാതിരിയല്ല, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ. സോ നിങ്ങൾ ബെറ്റർ ഡിസിഷൻസ് എടുക്കുക. ഫസ്റ്റ് എവിടെയാണോ നിങ്ങൾക്ക് കിട്ടുന്ന ഏജൻസി ആണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ കയറിയിട്ട് പിന്നെ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബിനെ അപ്ലൈ ചെയ്ത് മെല്ലനെ മാറുക. അതാണ് വൈസ് ഡിസിഷൻ. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഉണ്ട് ലൈക്ക് ഞാൻ ഈ ജോബിനെ കയറുള്ളൂ, ഞാൻ ഈ പണിയെ എടുക്കുള്ളൂ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര കഷ്ടമായിരിക്കും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി കയറുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ജോലിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ബെറ്റർ ഓപ്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മാറി നമുക്ക് വേണ്ട ഒരു പൊസിഷനിലേക്ക് മെല്ലെ എത്താം. പക്ഷേ വന്ന സമയത്ത് തന്നെ വിത്തൗട്ട് എക്സ്പീരിയൻസ് നമുക്ക് ആ ജോലി ഞാൻ എടുക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ അൺഎംപ്ലോയ്ഡ് ആയിട്ട് നാട്ടിൽ നിന്ന് പൈസ അയച്ച് ഇരിക്കേണ്ടി വരും. അല്ലാണ്ട് വേറെ ഒരു വഴി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് റെഫറൻസ് ഉണ്ടായിരിക്കണം. ആരെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ സ്ട്രോങ് റെക്കമെൻഡേഷനൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും ജോലിക്കൊക്കെ കയറാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് കയറാം. അഥവാ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു കാര്യം എനിക്ക് ക്ലിയർ ചെയ്യണമെന്നുള്ളത്, നാട്ടിൽ മിക്ക ആൾക്കാരെയും വിചാരം യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെങ്കിലും ടേബിൾ തുടയ്ക്കുക, പാത്രം കഴുകുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് എടുക്കുക, ഇതാണ് മെയിൻ. ഷിഫ്റ്റ് എടുക്കലാണ് മെയിൻ എന്നാണ് എല്ലാവരും വിചാരം. പക്ഷേ അല്ല, യു കെയിൽ ഈ അല്ലാത്ത കുറേ വേറെ പണികളും ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ യു കെയിൽ നമ്മൾ എന്ത് പണിയെടുത്താലും അതിന് അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്. ഈ ടേബിൾ തുടയ്ക്കുന്നതും ഷിഫ്റ്റ് എടുക്കലും ഒട്ടും മോശപ്പെട്ടൊരു ജോലിയല്ല. അതിന് അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ കയറാം. യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്കിൽ നമുക്ക് വർക്ക് കിട്ടും. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ക്ലിയർ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് കയറാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ കയറാം, ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് കയറാം, പിന്നെന്താ എയർപോർട്ടിൽ കയറാം, കെയർ ഹോമിൽ കയറാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് കയറാം. അല്ലാണ്ട് ഇവിടെ ടേബിൾ തുടയ്ക്കലും ഷിഫ്റ്റ് എടുക്കലും മാത്രമല്ല പണി. കെയർ ഹോമിൽ തന്നെ ആക്ടിവിറ്റി കോർഡിനേറ്റർ, മെയിൻ്റനൻസ്, അങ്ങനത്തെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് കയറാൻ കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ടേബിൾ തുടയ്ക്കലും ഷിഫ്റ്റ് എടുക്കലും മാത്രമല്ല യു കെത്തെ പണിയെന്ന് നമ്മളുടെ നാട്ടിലെ എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിലും നാട്ടിലത്തെ സൂട്ടും കോട്ടും ലിപ്സ്റ്റിക്കും ഇട്ട് പോകുന്നതിനെക്കാട്ടും ക്യാഷ് നമുക്ക് ഇവിടെ കിട്ടും. സോ അതിലൊന്നൊരു കാര്യമില്ല. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ എല്ലാവരും ഈ ഷിഫ്റ്റ് എടുക്കലും തുടക്കലും അല്ല പണി. ഇവിടെ വേറെയും കുറേ പണികളുണ്ട്. പിന്നെ എനിക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൂടുതലും മെഡിക്കൽ ഫീൽഡിൽ തന്നെ പാർട്ട് ടൈം ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങളുടെ ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്കും കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ മെഡിക്കൽ ഫീൽഡ് മാത്രമേ കയറുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. കിട്ടുന്ന ജോലിയിൽ ആദ്യം കയറിയിട്ട് പിന്നെ മെല്ലനെ അപ്ലൈ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഞാനിതിൽ മാത്രമേ കയറുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല. നമുക്ക് ജോലി ഉണ്ടാവില്ല ഭാവിയിൽ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ജോലി എന്തായാലും കിട്ടും. ഈ നിങ്ങൾക്ക് ഏജൻസീസിൻ്റെ നമ്പറൊക്കെ വേണമെങ്കിൽ നമ്പറും പേരൊക്കെ വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാം. ഓക്കെ.